പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ഓഗസ്റ്റ് 11 വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ ഓർക്കുമ്പോൾ വിശുദ്ധ ക്ലാര പുണ്യവതിയും നമ്മൾ സഭ ഓർക്കുന്നു. അത്രയും അവർ തമ്മിലുള്ള ഒരു ആത്മീയ ബന്ധം വളരെ വലുതാണ്. ക്ലാര പുണ്യവതി ഉണ്ടായത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രചോദനം ഉൾക്കൊണ്ടാണ്. എല്ലാം ഉപേക്ഷിച്ചിട്ട് എനിക്കിനി സ്വർഗത്തിലെ പിതാവിനെ പിതാവേ എന്ന് വിളിക്കാം എന്ന് പറഞ്ഞ വലിയൊരു സ്വാതന്ത്ര്യം. അതുതന്നെയാണ് 18-ാം വയസ്സിൽ വീട് വിട്ട് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാനായിട്ട് വിശുദ്ധ ക്ലാരയെ പ്രേരിപ്പിച്ചത്. നമുക്ക് ഇന്ന് ഈ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഈ വിശുദ്ധരിലൊക്കെ ഉണ്ടായിരുന്ന ദൈവസ്നേഹം അത് നമുക്ക് കൂടുതലായിട്ട് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അത് പരിശുദ്ധാത്മാവാണ് നൽകുന്നത്. ദൈവസ്നേഹം കൊണ്ട് നമ്മൾ നിറയ്ക്കുന്നത്. ദൈവസ്നേഹമാണ് നമുക്ക് വേണ്ടത്. ദൈവത്തോടുള്ള സ്നേഹം, ദൈവം നമുക്ക് നൽകുന്ന ആ ദൈവത്തെ സ്നേഹിക്കാനായിട്ടുള്ള ആ ഒരു സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറച്ചു തരുന്നതും ദൈവമാണ്. നമുക്കത് ആ ഒരു കൃപ വലിയൊരു അനുഗ്രഹമായിട്ട് ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമ്മുടെ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും നമുക്ക് ഏറ്റുപറയാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശുദ്ധ ക്ലാരയെ ദാരിദ്ര്യത്തോടുള്ള സ്നേഹത്തിലേക്ക് കാരുണ്യപൂർവ്വം അങ്ങ് നയിച്ചുവല്ലോ.
ഈ വിശുദ്ധയുടെ മാധ്യസ്ഥ്യം വഴി ദാരിദ്ര്യാരൂപിയിൽ ക്രിസ്തുവിനെ അനുഗമിച്ചുകൊണ്ട് അങ്ങേ ധ്യാനിക്കുവാൻ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാനുള്ള അർഹത ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് അക്കാലത്തെ മോശ ജനക്കൂട്ടത്തോട് പറഞ്ഞു, ഇസ്രായേലേ, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളിൽ നിന്നും ആവശ്യപ്പെടുന്നത് നിങ്ങൾ അവിടുത്തെ ഭയപ്പെടുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ സ്നേഹിക്കുകയും പൂർണ്ണഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ അവിടുത്തെ സേവിക്കുകയും നിങ്ങളുടെ നന്മയ്ക്കായി ഞാനിന്ന് നൽകുന്ന കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുകയും ചെയ്യുക എന്നല്ലാതെ എന്താണ്? ആകാശവും ആകാശങ്ങളുടെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും നിന്റെ ദൈവമായ കർത്താവിൻ്റേതാണ്. എങ്കിലും കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരിൽ സംപ്രീതനായി അവരെ സ്നേഹിക്കുകയും അവർക്ക് ശേഷം അവരുടെ സന്തതികളായ നിങ്ങളെ ഇന്നും നിങ്ങളായിരിക്കുന്നത് പോലെ മറ്റെല്ലാ ജനങ്ങൾക്കും ഉപരിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ആകയാൽ ഹൃദയം തുറക്കുവിൻ, ഇനിമേൽ ദുശ്ശാഠ്യക്കാരായിരിക്കരുത്. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ദൈവങ്ങളുടെ ദൈവവും നാഥന്മാരുടെ നാഥനും മഹാനും ശക്തനും ഭീതിതനുമായ ദൈവവും മുഖം നോക്കാത്തവനും കൈക്കൂലി വാങ്ങാത്തവനുമാണ്. അവിടുന്ന് അനാഥർക്കും വിധവകൾക്കും നീതി നടത്തി കൊടുക്കുന്നു. ഭക്ഷണവും വസ്ത്രവും നൽകി പരദേശിയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അതിനാൽ പരദേശിയെ സ്നേഹിക്കുക. ഈജിപ്തിൽ നിങ്ങൾ പരദേശികളായിരുന്നല്ലോ. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടണം. നിങ്ങൾ അവിടുത്തെ സേവിക്കുകയും അവിടുത്തോട് ചേർന്ന് നിൽക്കുകയും അവിടുത്തെ നാമത്തിൽ മാത്രം സത്യം ചെയ്യുകയും വേണം. അവിടുന്നാണ് നിങ്ങളുടെ അഭിമാനം. നിങ്ങളുടെ കണ്ണുകൾ കണ്ടിട്ടുള്ള മഹത്വവും ഭയങ്കരവുമായ ഈ പ്രവർത്തികൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത നിങ്ങളുടെ ദൈവമാണ് അവിടുന്ന്. നിങ്ങളുടെ പിതാക്കന്മാർ 70 പേരാണ് ഈജിപ്തിലേക്ക് പോയത്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ കണക്കെ അസംഖ്യമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. ജെറുസലേമേ, ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. കർത്താവിനെ സ്തുതിക്കുക. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. സിയോനെ, നിന്റെ ദൈവത്തെ പുകഴ്ത്തുക. നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നിന്റെ കോട്ടയ്ക്കുള്ളിലുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. ജെറുസലേമേ, ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. കർത്താവിനെ സ്തുതിക്കുക. അവിടുന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തയാക്കുന്നു. അവിടുന്ന് മരുഭൂമിയിലേക്ക് കൽപ്പന അയക്കുന്നു. അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. ജെറുസലേമേ, ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. കർത്താവിനെ സ്തുതിക്കുക. അവിടുന്ന് യാക്കോബിന് തൻ്റെ കൽപ്പനയും ഇസ്രായേലിന് തൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വെളിപ്പെടുത്തുന്നു. മറ്റൊരു ജനതയ്ക്ക് വേണ്ടിയും അവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല. അവിടുത്തെ പ്രമാണങ്ങൾ അവർക്ക് അജ്ഞാതമാണ്. കർത്താവിനെ സ്തുതിക്കുവിൻ. ജെറുസലേമേ, ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവിനെ സ്തുതിക്കുവിൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ അവിടുന്ന് നിങ്ങളെ വിളിച്ചു. പരിശുദ്ധ സുവിശേഷ വിവരങ്ങളെയും കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്കു മഹത്വം. അക്കാലത്ത് ശിഷ്യന്മാർ ഗലീലയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ യേശു അവരോട് പറഞ്ഞു,
മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. അവർ അവനെ വധിക്കും, എന്നാൽ 3-ാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും. ഇത് കേട്ട് അവർ അതീവ ദുഃഖിതരായി. അവർ കഫർനാമിലെത്തിയപ്പോൾ ദേവാലയ നികുതി പിരിക്കുന്നവർ പത്രോസിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലേ? അവൻ പറഞ്ഞു, ഉവ്വ്. പിന്നീട് വീട്ടിലെത്തിയപ്പോൾ യേശു ചോദിച്ചു, ശിമയോനെ, നിനക്കെന്ത് തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ആരിൽ നിന്നാണ് നികുതിയോ ചുങ്കമോ പിരിക്കുന്നത്? തങ്ങളുടെ പുത്രന്മാരിൽ നിന്നോ അന്യരിൽ നിന്നോ? പത്രോസ് മറുപടി പറഞ്ഞു, അന്യരിൽ നിന്ന്. അപ്പോൾ യേശു തുടർന്നു, അപ്പോൾ പുത്രന്മാർ സ്വതന്ത്രരാണല്ലോ. എങ്കിലും അവർക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക. ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിൻ്റെ വായ തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. മാതാവിൻ്റെ ചില തിരുനാളുകളുമായിട്ട് ഈ വിശുദ്ധയുടെ ജീവിതമായിട്ട് ചില ബന്ധമുണ്ട്. അതായത് മാതാവിൻ്റെ, കർമ്മല മാതാവിൻ്റെ തിരുനാൾ ദിനമാണ്, ജൂലൈ 16-ാം തീയതിയാണ്. അത് 1194 വിശുദ്ധ ജനിച്ചത്. വിശുദ്ധയുടെ മരണ ദിവസമാണ് ഓഗസ്റ്റ് 11, അതായത് സ്വർഗത്തിലേക്കുള്ള പ്രവേശന ദിവസം. മരിച്ചത് 1253 59-ാമത്തെ വയസ്സിൽ. 2 വർഷങ്ങൾക്ക് ശേഷം അലക്സാണ്ടർ 4-ാമൻ പാപ്പ ഓഗസ്റ്റ് 15 വിശുദ്ധയായിട്ട് നാമകരണം ചെയ്തു. അതാണ് മാതാവിൻ്റെ തിരുനാൾ ദിവസമാണ് ഈ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. ഓഗസ്റ്റ് 15 മാതാവിൻ്റെ തിരുനാളായി അത് ആരംഭിച്ചത് വളരെ കാലങ്ങൾക്ക് ശേഷമാണെങ്കിലും ഒരു ബന്ധം, ഒരു മരിയൻ ബന്ധം നമ്മൾ ഇവിടെ കാണുകയാണ്. 12 വയസ്സുള്ളപ്പോഴും വീട്ടുകാർ ഈ വിശുദ്ധയെ കല്യാണം കഴിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഇങ്ങനെ വിശുദ്ധ പറഞ്ഞ് 18 വയസ്സ് വരെ അത് നീട്ടിയെടുത്തു. എനിക്ക് 18 വയസ്സാകുമ്പോൾ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 18 വയസ്സുള്ളപ്പോഴും അവർ ഒരു ഓശാന ഞായറാഴ്ച ദിവസം ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങൾക്കോ കുരുത്തോലൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാരെല്ലാം പള്ളിയിൽ പോയ സമയത്ത് ഈ വിശുദ്ധ വീട് വിട്ടിറങ്ങി. അതിന് കാരണം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ചില പ്രഭാഷണങ്ങൾ കേട്ടതാണ്. അപ്പോൾ എന്താണ് സമർപ്പണ ജീവിതം, കർത്താവിനെ പിഞ്ചൊല്ലേണ്ടതിൻ്റെ ആവശ്യകത, ഇതൊക്കെ വിശുദ്ധയ്ക്ക് ആ നല്ല ചെറിയ പ്രായത്തിൽ തന്നെ അത് മനസ്സിലായി. അതാണ് ഇവർ തമ്മിലുള്ളൊരു ബന്ധം. അതാണ് ഒരാളുടെ പ്രസംഗം കേട്ടിട്ട് കർത്താവിനെ പിഞ്ചൊല്ലാനായിട്ടുള്ള ധീരമായ ഒരു നടപടി. അങ്ങനെ 18-ാം വയസ്സിൽ വീട് വിട്ടിറങ്ങിയ വിശുദ്ധ ക്ലാര വലിയ ഉത്തരവാദിത്തങ്ങളാണ് ചെറുപ്രായത്തിൽ തന്നെ ഏറ്റെടുത്തത്. 22-ാമത്തെ വയസ്സിൽ ഇവർ തന്നെ സ്ഥാപിച്ച, ഈ വിശുദ്ധ തന്നെ സ്ഥാപിച്ച സന്യാസ സമൂഹത്തിൻ്റെ മഠാധിപയായി അവർ അവരോധിക്കപ്പെട്ടു. അത് വളരെ പ്രത്യേകതയുള്ള ഒരു വിശുദ്ധിയാണ്. ഇങ്ങനെ വിശുദ്ധയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ചില അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഇടപെടലുകൾ കാണാൻ സാധിക്കും. ഇവർ തമ്മിലുള്ള ബന്ധം പലപ്പോഴും സംശയിച്ചിട്ടുണ്ട്. ഒരു വൈദികനെ കാണാൻ 2 സ്ത്രീകൾ കാണാൻ ഇങ്ങനെ വന്നു. അപ്പോൾ അച്ഛന്മാരുടെ കുറ്റം നോക്കി നടക്കുന്ന
ഒരാൾ അത് അവരുടെ പുറകെ വന്നിട്ട് അവരെന്തിനാണ് വന്നതെന്നറിയാൻ. അച്ഛൻ വലിയ ക്ലവറായിരുന്നു. അച്ഛൻ രണ്ടുപേരും ഒരുമിച്ച് വരാൻ പറഞ്ഞു. ഒരാവശ്യത്തിന് വേണ്ടി അച്ഛൻ വരാൻ പറഞ്ഞതാണ്. അപ്പോൾ ഒരാൾ വന്നാൽ പ്രശ്നമാണല്ലോ, ഒരാൾ ഒറ്റയ്ക്ക് പള്ളിമേടയിൽ വന്നാലുള്ള കുഴപ്പമറിയാമല്ലോ. അപ്പോൾ ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കും. അപ്പോൾ രണ്ടുപേര് വന്നിട്ടും ഒരാൾ അത് നോക്കാൻ വേണ്ടി പുറകെ വന്നു. അങ്ങനെ ഈ രണ്ടുപേരും തമ്മിലുള്ള ഒരു അടുപ്പം അത് ചിലപ്പോൾ സംശയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവർ നല്ല സ്നേഹബന്ധത്തിലായിരുന്നു. ഇങ്ങനെ വിശുദ്ധ ഫ്രാൻസിസ് അസിസി ആണെങ്കിൽ ഭയങ്കര ക്ലവറാണ്. മുറിക്കകത്ത് കയറ്റൂല, ഭക്ഷണം കഴിക്കാൻ ഒന്നും മുറിക്കകത്ത് കയറ്റില്ല, അതിൽ വീടിനകത്തേക്ക് കയറ്റില്ല. അങ്ങനെ ഇവർ പള്ളി പരിസരത്ത് അവരൊരുമിച്ച് പ്രാർത്ഥിച്ചും ഭക്ഷണം കഴിച്ചൊക്കെ ഇരിക്കുമ്പോഴും ആളുകൾ കാണുന്നത് ആ പരിസരം മുഴുവൻ തീപിടിച്ച പോലെയാണ് കാണുന്നത്. അപ്പോൾ പള്ളിക്ക് തീപിടിച്ചോ, ആ പരിസരത്ത് തീപിടിച്ചോ എന്ന് പറഞ്ഞ് അവർ വന്ന് നോക്കുമ്പോൾ ഇത് ഇവരുടെ ഒരു സ്നേഹജ്വാലയാണ്. അതായത് ഇവരുടെ സംഭാഷണം അത് ദൈവസ്നേഹത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് അവിടെ ഇങ്ങനെ ഒരു വലിയൊരു ജ്വലനമുണ്ടായതുപോലെയാണ് ആളുകൾ അടുത്ത് വന്നപ്പോൾ കാണപ്പെട്ടത്. അത്രയും സ്നേഹജ്വാല, അത്രയും ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞവരായിരുന്നു ഇവർ. ഇനി ഒരിക്കലും ഒരു മേലധ്യക്ഷൻ, അദ്ദേഹമാണ് ഒരു അപ്പം ആളുകൾക്കുള്ള നേർച്ച അപ്പം ആശീർവദിക്കാനായിട്ട് നിയമപരമായിട്ട് അവകാശമുള്ളയാൾ. പക്ഷേ ആ മേലധ്യക്ഷൻ ഈ വിശുദ്ധയോട് അത് ആശീർവദിക്കാൻ പറഞ്ഞു. വിശുദ്ധ അപ്പങ്ങൾ ആശീർവദിച്ചപ്പോഴും ഓരോ അപ്പത്തിലും കുരിശടയാളം അത് കാണപ്പെട്ടു. ഓരോ അപ്പത്തിലും കുരിശടയാളം കാണപ്പെട്ടു. ഇത് അങ്ങനൊരു കാര്യമാണ്. ഇനിയും വിശുദ്ധ വളരെ 28 വർഷത്തോളം രോഗാവസ്ഥയിലായിരുന്നു. അങ്ങനെ രോഗാവസ്ഥയിൽ മുറിയിൽ തന്നെ ആയിരിക്കുമ്പോഴും പള്ളിയിൽ പോകാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അടുത്തുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ കുർബാന അർപ്പിക്കുമ്പോൾ വിശുദ്ധയ്ക്ക് തൻ്റെ മുറിയിൽ ഭിത്തിയിൽ അതേ കുർബാന കാണുവാനായിട്ട് സാധിച്ചു. അതാണ് വിശുദ്ധയ്ക്കുണ്ടായ മറ്റൊരു അത്ഭുതകരമായ ദൈവസാന്നിധ്യമാണ്. അതുകൊണ്ട് 1958 12-ാം പീസ് പാപ്പ ഈ വിശുദ്ധയെ ടെലിവിഷൻ്റെ മധ്യസ്ഥയായിട്ട് പ്രഖ്യാപിച്ചു. കാരണം ഇങ്ങനെ ഒരു ദർശനം, ഇങ്ങനൊരു ദൈവാനുഭവം ഉണ്ടായതുകൊണ്ട്. ഇനി ഒരു കൂട്ടം ആളുകൾ, സാരസൻസ് എന്നാണ് അവരെ പറയുന്നത്, അവർ ഈ കോൺവെൻ്റ് ആക്രമിക്കാനായിട്ട് വന്നപ്പോഴും വിശുദ്ധ എന്ത് ചെയ്തു? കുർബാന, ദിവ്യകാരുണ്യം സൂക്ഷിക്കുന്ന പാത്രം, ചെപ്പ്, അത് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച്, എൻ്റെ കർത്താവേ, നിന്നെ സ്തുതിക്കുന്നവരുടെ ആത്മാക്കളെ ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കരുത്. അങ്ങയുടെ അമൂല്യമായ രക്തത്താൽ ഞങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണല്ലോ, ഈ ദാസികളെ സംരക്ഷിക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു അശരീരി ഉണ്ടായി എന്നാ പറയാം, നിങ്ങളെ എപ്പോഴും സംരക്ഷിക്കും എന്ന് പറഞ്ഞ്. അപ്പം അക്രമികൾ സ്ഥലം വിട്ടുപോയി. അങ്ങനെ ഒരു അത്ഭുതം. കുർബാന, തിരുവോസ്തി സൂക്ഷിക്കുന്ന പാത്രം, അതുമായിട്ട് തിരുവോസ്തിയുമായിട്ട് അത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വിശുദ്ധയുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത്. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, നമുക്ക് പലപ്പോഴും ദൈവം പ്രധാന സ്ഥാനത്തല്ല. ദൈവം നമ്മുടെ പിതാവാണ്, ദൈവമാണ് നമ്മുടെ നിധി എന്ന് പറയുന്നൊരവസ്ഥ നമുക്കില്ല. അതാണ് നമ്മൾ ഒന്ന് ചിന്തിച്ച്, നമ്മളെ കൗതാശികമായ കാര്യങ്ങളോട് നമ്മുടെ കീഴ്വഴക്കം, വിധേയത്വം. ഞാനിപ്പോൾ ഈ നാളുകളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, നല്ല സ്കാഫൊക്കെ ധരിച്ച് മണവാട്ടിമാരെ പോലെ ആദ്യ കുർബാന സ്വീകരണം നടത്തിയ കുട്ടികളും അതുപോലെ അവരങ്ങനെ ചെയ്ത മുതിർന്നവർ പോലും തലയൊന്നും മറക്കാതെ കുർബാന സ്വീകരിക്കാൻ വരുന്നത്. ആദ്യ കുമ്പസാരമൊക്കെ എത്ര രസകരമായിട്ട്, എത്ര വിധേയത്തോടെ ചെയ്തതാണ്. ഇപ്പം ബീച്ചിൽ പോകുന്ന സ്റ്റൈലിലാണ് കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കാനണയുന്നത്. നമുക്കത് പ്രധാനപ്പെട്ട കാര്യമല്ല. നമ്മൾ കൊടുക്കുന്ന വെയിറ്റ് ഉണ്ടല്ലോ, കൗതാശികമായ കാര്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന വെയിറ്റ് വളരെ കുറവാണ്. നിങ്ങളൊന്ന് ധ്യാനിച്ച് നോക്കിക്കേ, നമ്മൾ എന്ത് പ്രാധാന്യം കൊടുക്കുന്നത്? ദൈവകാര്യങ്ങൾക്ക്, ഞായറാഴ്ച ആചരണത്തിന്, കുർബാനയ്ക്ക്, കുമ്പസാരത്തിന്, കുടുംബ പ്രാർത്ഥനയ്ക്ക്, ദൈവകൽപ്പന ഇന്ന് പറഞ്ഞില്ലേ, കൽപ്പനകൾ പാലിക്കുക 1-ാം വായനയിലും. അങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുക. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്ത് വെയിറ്റാണ് കൊടുക്കുന്നത്, എന്ത് പ്രാധാന്യമാണ് നമ്മൾ കൊടുക്കുന്നത്? ഒരു കാഴ്ച കാണുന്ന ലാഘവ ബുദ്ധിയോടുകൂടിയല്ലേ നമ്മൾ വിശുദ്ധ കാര്യങ്ങളെ കാണുന്നത്. അപ്പോൾ ഈ വിശുദ്ധര്
ദൈവപിതാവിന് കൊടുത്ത ഒരു പ്രാധാന്യം അതാണ് വലുത്. ഈ നമ്മുടെ ബൈബിളിൽ ധൂർത്തപുത്രന് പിതാവായ അപ്പൻ അല്ലെ, പിതാവ് വീട്ടിലെ അപ്പന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. അത് പിതാവായ ദൈവത്തിൻ്റെ ഒരു പ്രതിനിധി കൂടിയാണല്ലോ. അപ്പം അങ്ങനെയാണ് എനിക്ക് സ്വത്തെല്ലാം വേണമെന്ന് പറഞ്ഞാൽ അതും വാങ്ങിച്ചു പോയത്. അവന് സ്വത്ത് പണമായിരുന്നു. പിതാവായ അവൻ്റെ അപ്പനല്ലായിരുന്നു സ്വത്ത്, വേറെ ലോകത്തിൻ്റെ കാര്യങ്ങൾ. എന്ന പന്നിക്കൂട്ടി കിടന്ന് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ അവൻ കിടന്ന് വലയുമ്പോൾ അവന് മനസ്സിലായി, എൻ്റെ അപ്പനാണ് എൻ്റെ സ്വത്ത്. അങ്ങനെ മനസ്സിലായി. അതാണ് ഈ വിശുദ്ധയുടെ ഒരു പ്രത്യേകത. അതാണ് ഭൗതിക വസ്തുക്കളിൽ ദരിദ്രയാണ്, എന്നാൽ പരിപൂർണ ദാരിദ്ര്യത്തിൽ സമ്പന്നയാണ്. അങ്ങനെ പന്നിക്കൂട്ടിൽ അവൻ കിടക്കുമ്പോൾ അവന് തൻ്റെ സമ്പന്നതയെക്കുറിച്ച് ബോധ്യമുണ്ടായി. എൻ്റെ വീട്ടിൽ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി കഴിയുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബോധ്യം വന്നപ്പോഴും ഉള്ളിലൊരു തീ കിട്ടിക്കഴിഞ്ഞപ്പോഴും ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 17-ാം വാക്യമാണ്, അപ്പോൾ അവന് സുബോധമുണ്ടായി. അത് പരിശുദ്ധാത്മാവാണ്. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. യോഹന്നാൻ 16:8 അതാണ്. അപ്പം ആരാണ് ഈ ബോധ്യം കൊടുക്കുന്നത്? പന്നിക്കൂട്ടിൽ ആരെങ്കിലും വന്ന് വിളിച്ചോ? വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് വിളിച്ചോ? അപ്പം വന്ന് വിളിച്ചോ പന്നിക്കൂട്ടിലും? ഇനി പന്നിക്കൂട്ടിൽ ആരെങ്കിലും നീ വീട്ടിൽ പോകുന്നതാണ് നല്ലതെന്ന് ആരെങ്കിലും പറഞ്ഞോ? ആരും പറഞ്ഞില്ല. അങ്ങനെ 18-ാം വയസ്സിൽ വീട് വിട്ടിറങ്ങാൻ ക്ലാരയെ പ്രേരിപ്പിച്ചത് ആരാണ്? അതാണ് ആ ഒരു ഉള്ളിൽ കിട്ടിയ ഒരു സംഭവമുണ്ട്. അതാണ് ദൈവസ്നേഹം. അതാണ് ഈ ധൂർത്തപുത്രൻ. അങ്ങനെ അവൻ ധൂർത്തപുത്രന് പിന്നീട് വന്ന കാര്യങ്ങളെന്ന് ഓർത്ത് വയ്ക്കാം. അവന് വീട്ടിൽ കയറ്റും എന്നൊരു പ്രത്യാശ ഉണ്ടായി. സാധാരണ പണമൊക്കെ മേടിച്ച് അതൊക്കെ ധൂർത്തടിച്ച് പോരുന്ന ഒരാൾക്ക് ഇനി അപ്പൻ വീട്ടിൽ കയറ്റില്ല എന്നേ തോന്നുള്ളൂ. പക്ഷെ ഇവന് എൻ്റെ അപ്പൻ എന്നെ വീട്ടിൽ കയറ്റും. ഇത് ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു പ്രത്യാശയാണ്, ജീവിതത്തോടൊരു പ്രത്യാശ. അത് ധൂർത്തപുത്രനുണ്ടായി. ഇനി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും അവന് വേണമെങ്കിൽ വസ്ത്രം ചോദിക്കാം, ഭക്ഷണം ചോദിക്കാം. പട്ടിണിയും പരിവട്ടമായിട്ട് വന്നതല്ലേ. അവനൊന്നും ചോദിച്ചില്ല. അവൻ തൻ്റെ പാപം മാത്രം ഏറ്റു പറഞ്ഞു. അതാണ് ഈ ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു കാര്യമാണ് അനുതാപം. ദൈവമേ, എനിക്ക് തെറ്റുപറ്റിയല്ലോ എന്നുള്ള അനുതാപം കൊണ്ട് നിറയും. അപ്പോൾ പിന്നെ വേറൊന്നും ചോദിക്കില്ല. നമ്മളിപ്പോഴും പല കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുക. അനുതാപം നിറയാതെ പല കാര്യങ്ങളും കുമ്പസാരിച്ചിട്ട് തന്നെ വർഷങ്ങളായി, എന്നിട്ടും അത് വേണം, ഇത് വേണം, അത് വേണം, ഇങ്ങനെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കാം. ഇനി ഇവൻ ചോദിക്കാത്തത് കൂടി കിട്ടി. മോതിരമൊക്കെ അവൻ ചോദിക്കുമോ? ഇങ്ങനെ പന്നിക്കൂട്ടി കടന്നു വന്നവൻ മോതിരം ചോദിക്കുക. പക്ഷെ അവന് മോതിരം ഇട്ട് കൊടുത്തു. പിതാവ് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇനി മൂത്ത മകൻ ഇരുന്ന് പിറുപിറുക്കുകയാണ്. മൂത്ത മകൻ ഇരുന്ന് പിറുപിറുക്കുകയാണ്. ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ, എനിക്കൊന്നും തന്നില്ല, അവനെല്ലാം കൊടുത്തല്ലോ. വേണമെങ്കിൽ നമ്മളായിരുന്നെങ്കിൽ ചിലപ്പോൾ നീ ഒന്ന് പോടാ, ഞാൻ വന്നതിന് അപ്പന് കുഴപ്പമൊന്നുമില്ലല്ലോ, നിനക്കെന്താ കുഴപ്പം എന്ന് മറുപടി പറയാം. പക്ഷേ അവൻ നിശബ്ദനായിരുന്നു. ഇതൊരു ആന്തരിക സൗഖ്യമാണ്. ഇത് ദൈവസ്നേഹം നിറയുമ്പോൾ കിട്ടുന്നതാണ്. ദൈവത്തെ പൂർണ്ണമായിട്ടും ആരാധിക്കുമ്പോൾ കിട്ടുന്നൊരു കാര്യമാണ് ഉള്ളിലൊരു ശാന്തത, ഉള്ളിലൊരു നിശബ്ദത. അപ്പം അങ്ങനെയുള്ള ഇളയ മകനെ, തിരിച്ചു വന്ന മകനെ പിതാവ് റെക്കമെൻഡ് ചെയ്യുന്നത് കണ്ടോ? എടാ, അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ, അവനിപ്പോൾ വന്നല്ലോ. മൂത്ത മകനോട് നമുക്ക് വേണ്ടിയിട്ട് പിതാവായ ദൈവം ക്രമീകരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ഇതാണ് ഈ വിശുദ്ധരുടെ ജീവിതത്തെ, പ്രത്യേകിച്ച് ക്ലാര പുണ്യവതിയുടെയും ഫ്രാൻസിസ് അസീസിയുടെയും ജീവിതത്തിൽ നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണ്, വസ്ത്രം പോലും കളഞ്ഞിട്ടും എനിക്കിനി സ്വന്തമായിട്ടൊന്നുമില്ല, എനിക്ക് സ്വന്തം എൻ്റെ പിതാവായ ദൈവമാണ്. ഇത് പറയാൻ സാധിക്കുന്നത് അത് ദൈവസ്നേഹം നിറയുന്നത് കൊണ്ടാണ്. നമ്മൾ യഥാർത്ഥത്തിൽ മാമോദീസയിലൂടെ, കുംഭസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ വിവാഹത്തിലൂടെ ഒക്കെ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവരും ദൈവത്തിനോട് ചേർന്ന് നിൽക്കാമെന്ന് ഉടമ്പടിയെടുത്തവരുമാണ്. എന്നിട്ട് നമ്മൾ അങ്ങനെയാണോ? ദൈവമാണോ നമ്മുടെ പ്രധാനപ്പെട്ട ആള്? ദൈവമാണോ നമ്മുടെ സ്വത്ത്? ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ദൈവസ്ഥലങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും, ദൈവാരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കും, ദൈവ ശുശ്രൂഷകൾക്ക് പ്രാധാന്യം കൊടുക്കും.
ദൈവ ശുശ്രൂഷകൾ നടക്കുന്ന സ്ഥലങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കും. അതാണ് ആ ദൈവത്തെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്നേഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധർക്കൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ദൈവസ്നേഹം ഞങ്ങൾക്ക് നൽകണം. ഞങ്ങൾ ഇങ്ങനെ ചത്തോ ചതഞ്ഞോ എന്ന് പറഞ്ഞ് ജീവിക്കുകയാണ്. തുരുമ്പിച്ചു തീരുന്നതിനേക്കാളും കർത്താവിനെ സ്നേഹിച്ച് സഹിച്ച് അങ്ങനെ തീരുന്നതാണ് നല്ലത്. വെറുതെ ഇരുന്ന് ഒരു ഉപകാരമില്ലാതെ കർത്താവിനെ സ്നേഹിക്കാതെ സഭയ്ക്കോ നാടിനോ വീടിനോ നമുക്ക് തന്നെയോ ഒരു ഉപകാരമില്ലാതെ അങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഇങ്ങനെ തേഞ്ഞ് തീരുന്ന, കർത്താവിനെ സ്നേഹിച്ച് സഹിച്ച് ജീവിച്ച് അങ്ങനെ തീരുന്നതാണ് നല്ലത്. നമുക്കതുകൊണ്ട് ഈ ദൈവസ്നേഹം നിറയാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവസ്നേഹം സ്നേഹം ദൈവസ്നേഹം സ്നേഹം ദിവ്യകാരുണ്യമായെൻ്റെ ഉള്ളിൽ സ്വർഗഭാഗ്യം ഭാഗ്യം സ്വർഗഭാഗ്യം ഭാഗ്യം ഇന്നൻ ഹൃത്തിൽ ഈശോവാസമായി. ദൈവസ്നേഹം സ്നേഹം ദൈവസ്നേഹം സ്നേഹം ദിവ്യകാരുണ്യമായെൻ്റെ ഉള്ളിൽ സ്വർഗഭാഗ്യം ഭാഗ്യം സ്വർഗഭാഗ്യം ഭാഗ്യം ഇന്നൻ ഹൃത്തിൽ ഈശോവാസമായി. ആത്മാവിൽ അലഞ്ഞൊറിയും സ്തുതിഗീതം പാടാം. ആത്മാവിൻ അൾത്താരയിൽ ആരാധനയേകാം. ദിവ്യകാരുണ്യമേ ദൈവമേ എന്നെന്നും അങ്ങേക്കാരാധന. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് നിന്റെ വാക്കിന് നിറവേറട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്വന്തമായി സ്വീകരിച്ച പരിശുദ്ധ കന്യകാമറിയമേ, ആ കാൽവരി ചുവട്ടിൽ ഈശോയുടെ ശരീരം എൻ്റെ ഈശോയുടെ ശരീരം എന്ന് പറഞ്ഞ് അങ്ങനെ മടിയിലേക്ക് സ്വീകരിച്ച പരിശുദ്ധമ്മേ, ഞങ്ങൾക്ക് കിട്ടിയ ഈശോയെ നഷ്ടപ്പെടുത്താതെ എൻ്റെ ഈശോ എന്ന് പറഞ്ഞ് നടക്കുവാൻ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്നേഹപൂർവം നൽകുന്നു നാഥ സർവവും കാൽത്താരിൽ കാണിക്കയായി. സ്വീകരിക്കണമേ നൈവേദ്യമായി. അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമായി. സ്നേഹപൂർവം നൽകുന്നു നാഥ സർവവും കാൽത്താരിൽ കാണിക്കയായി. സ്വീകരിക്കണമേ നൈവേദ്യമായി. അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമായി. ഉയരുമീ കാസയിൽ അർച്ചനയ ഉയർത്തുന്നു ഞങ്ങൾ തൻ കൃത്തടവും. പ്രിയ സഹോദരരെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, നിത്യമായ വാഗ്ദാനങ്ങളിലുള്ള ഞങ്ങളുടെ പ്രത്യാശ കൈവെടിയാതിരിക്കാൻ ലൗകിക അടയാളങ്ങൾ കൊണ്ട് അങ്ങ് ഞങ്ങളെ സമാശ്വസിപ്പിക്കുന്നുവല്ലോ. വിശുദ്ധ ക്ലാരയുടെ സ്മരണ ആചരിച്ചുകൊണ്ട് വിശുദ്ധീകരിക്കപ്പെടേണ്ട ഞങ്ങളുടെ ഭക്ത കാണിക്കകൾ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ
നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ക്രിസ്തുവിന് സമർപ്പിച്ച വിശുദ്ധരിൽ അങ്ങ് വിസ്മയനീയമായ പരിപാലനം ആഘോഷിക്കുന്നത് സമുചിതമാണ്. അങ്ങനെ മനുഷ്യപ്രകൃതിയെ ആദ്യോത്ഭവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് തിരികെ വിളിക്കുകയും നവയുഗത്തിൽ പ്രാപിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട ദാനങ്ങളിലേക്ക് അങ്ങ് ഞങ്ങളെ ആനയിക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൽ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധനാകുന്നു. ആകയാലങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു.
അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്നും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ സഗായ രാജമെത്രാനോടും എല്ലാ മെത്രാന്മാരോടും വൈദികരോടും സന്യസ്തരോടും ദൈവജനത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങൾ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ,
തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, രക്ഷാകരമായ സ്രോതസ്സാൽ നവീകൃതരായി അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. വിശുദ്ധ ക്ലാരയുടെ മാധ്യസ്ഥ്യത്താൽ ക്രിസ്തുവിനോട് ദിനം പ്രതി കൂടുതൽ ഗാഠമായി ഒന്ന് ചേർന്നുകൊണ്ട് അവിടുത്തെ കൃപയുടെ രാജ്യത്തിൽ പങ്കാളികളായി തീരുവാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും
സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിൽ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.